അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, ഉപ്പുമാവൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്, പിന്നെ ക്ലീനിങ്ങും ഇതൊക്കെ ഉണ്ടോ, പിന്നെ അനിയത്തിയും കുട്ടികളും ഒക്കെ വരുന്നത്, പിന്നെ അവർ കുറച്ച് എന്താ പറയുക കച്ചവട സാധനങ്ങളൊക്കെയാണ്, പിന്നെ വാഷ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനും ഒന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്ക് പ്രസ് ചെയ്യാതെ ഓൾ വിൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ രാവിലത്തെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, രാവിലത്തെ സുബഹി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള കട്ട് ചെയ്തിട്ടുണ്ട്. സവാളിൻ്റെ പകുതി കേട്ടോ, ഒരു ചെറിയൊരു സവാളിൻ്റെ പകുതി, പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയുക, ഒരു 3-4 ക്യാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് ഉണക്കൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നാക്കി കഴുകിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഈ ചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും പിന്നെ വേറെ ഒന്നും കൊണ്ടിട്ട് കുക്കിംഗ് ആയിട്ട് ഇടാനൊന്നുമില്ല. അപ്പോൾ ഇതന്നെ ആവാൻ വിചാരിച്ചു, ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നാക്കിയിട്ട് എന്താണ് വാട്ടി കൊടുക്കട്ടോ. പിന്നെ പാകത്തിലുള്ള പച്ചമുളക് 2 എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിലേക്ക് ഇട്ടെടുക്കുക. അപ്പോഴിതാ സവാളയും പച്ചമുളകും കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പാകത്തിനായിട്ട് നന്നാക്കിയിട്ട് വാട്ടിക്കൊടുത്ത് മിക്സ് ജാറിൽ ഞാൻ എന്താണ് കട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ 10 വേക്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി മിക്സി ജാറിൽ ഇട്ടുകൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാം എടുത്തുകൊണ്ട് ആയിക്കോളും വിചാരിച്ചു. ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നാക്കിയിട്ടുണ്ട് വാട്ടിക്കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് റവ ഇതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. ഇത് നന്നാക്കിയിട്ടുണ്ട് മിക്സ് ചെയ്യുന്നത്. കഴുകിക്കാണ്ട് ഇതിലേക്ക് ആ വെള്ളം ഒഴിച്ചെടുക്കട്ടോ. പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെച്ച റവ, അപ്പോൾ എത്രയാണോ ആ പാകത്തിന് നിങ്ങൾക്ക് ആവശ്യമില്ലത് ഞാനിവിടെ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട്. തന്നെ ഇവിടെ എമ്പാടും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് വെച്ചാൽ അത്ര എടുക്കുക, എത്ര വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് ആൾക്കനുസരിച്ചെടുക്കുക. അപ്പോൾ റവ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയൊക്കെ ഒന്ന് ചേർത്തി കൊടുക്കട്ടോ. പാകമാണോ നോക്കിയിട്ട് നന്നാക്കിയിട്ട് മിക്സൊക്കെ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. അപ്പോഴാണ് ഇതൊരു പൊടി കട്ട കുത്താതെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ നന്നാക്കിയിട്ട് വാട്ടി ഇങ്ങനെ വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നന്നാക്കി ഇളക്കി നന്നാക്കി യോജിപ്പിക്കുക. അപ്പോൾ അത് അടിപിടിക്കുന്നത് ശ്രദ്ധിക്കട്ടോ, അടിപിടിക്കാതെ നോക്കുക. അപ്പോഴിതാ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സി ജാർ തന്നെ ഒന്ന് കേക്കിയാണ്ട് ഒന്ന് കേക്ക് ഒഴിച്ചെടുത്തൊക്കെ കേട്ടോ. എന്നിട്ട് നന്നാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യലൊക്കെ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ജിതുമോൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാര്യമായിട്ട് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് തലേന്നൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ എന്താ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റായിട്ട് റവ ഉണ്ടാക്കാമെന്ന്. പിന്നെ മദ്രസക്ക് നേരം വൈകും. പിന്നെ അവനാണെങ്കിൽ ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിട്ട് ആകെ ഇതായിട്ടോ. പിന്നെ അവൻ ഓടി നിൽക്കണില്ല, പിന്നെ അവൾക്ക് നേരം വയ്ക്കും. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇനി അവൾക്ക് കൊടുക്കണം കേട്ടോ.
കൊടുത്തിട്ട് വെള്ളം വേണം. അങ്ങനെ വെള്ളത്തിനൊന്നും റെഡിയില്ല കേട്ടോ, എടുക്കാനായിക്കണില്ല. അപ്പം അങ്ങനെ ഏതായാലും കൊടുത്ത് മുഖമൊക്കെ കേൾക്കുക, മുഖത്ത് എന്താണ് വൃത്തിയാക്കി ക്ലീനാക്കിയിട്ട് വേണം കേട്ടോ. അപ്പം അതിനൊന്നും കേൾക്കില്ല. അപ്പം എൻ്റെ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അവനെയൊക്കെ ഇങ്ങനെ സോപ്പിങ്ങിനെ അവിടെ ഒക്കെ ഇരുത്തിയിട്ട് വന്ന് ദാഹം പിന്നെ ഭയങ്കര ചൂട് ഇതുണ്ടോ, ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ദാഹം. അപ്പോൾ നമ്മുടെ റവ വട ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇഷ്ടമാവും നല്ല വെറൈറ്റി നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കി ഇട്ടിട്ട് അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാക്കിയാവും കേട്ടോ. അത് കാണുമ്പോൾ ഒരു രസം, കഴിക്കുമ്പോഴൊക്കെ ഒരു രസമാണ്. അത് പെട്ടെന്ന് ബാക്കിയാക്കിയിട്ട് അപ്പോൾ അതാ മിന്നെ മുളകിലൊക്കെ ഞാൻ വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ. അടുത്തത് ജിതുമോനും കൊടുക്കണം. അപ്പോൾ അവനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവൾക്ക് എന്താ ആദ്യം കൊടുക്കണം, അവന് പറ്റൂല, പിന്നെ ഇവർക്ക് അങ്ങനെ തന്നെ, അവർക്ക് ആദ്യം കൊടുക്കണം. അങ്ങനെ അവൾ പറഞ്ഞേച്ച മദ്രസ വിട്ട് വന്ന് ഇവിടെ നിന്നവിട്ട് മാതിരി തലേന്ന് കളിച്ചത് മാതിരി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കളിക്കുക കേട്ടോ. എന്തൊക്കെയാണ് അവൾ ഉണ്ടാക്കി വെച്ചത്, ഉന്നക്കായി, ചട്ടി, പാത്രം അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവളോട് തന്നെ ചോദിക്കണം. മൺചട്ടി, ഓട്ടയുടെ ചട്ടിയാ, കറി ചട്ടി, ഓട്ടയുടെ ചട്ടി, പ്ലേറ്റ്. ഇത് എന്തൊക്കെ ഉണ്ടാക്കുന്നത് കഴിഞ്ഞു കേട്ടോ. അവർക്ക് ഞാറുള്ളപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ അതൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു മരുന്ന് ഇതിനെ കുറ്റിച്ചതുകൊണ്ട് തന്നെ നല്ല പതച്ചിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ആക്കിയിട്ട് ഇവിടുത്തെ പൂമുഖത്തെ ജനലൊക്കെ തുറന്നിട്ട് അകം തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് തുടച്ച് അപ്പോൾ ചോറിനുള്ള വെള്ളക്കട വെച്ച് ചോറിനൊക്കെ അരിയൊക്കെ ഇട്ടിട്ട് എന്താണ് ചോറൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും 2 ദിവസത്തെ മുമ്പിലെ വീഡിയോ ആയതുകൊണ്ട് പിന്നെ എന്താ പറയാൻ ഓർമ്മയില്ല കേട്ടോ. ഒന്നത് അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ ഡിവിക്ക് ഫോണൊന്നും കിട്ടൂല, കുട്ടികൾ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ കിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ഫാനൊക്കെ ഇട്ട് ഉണക്കി എന്താ കേട്ടോ ഉണക്കിയാണ് അതൊക്കെ. അല്ലെങ്കിൽ എന്താ കുട്ടികളിങ്ങനെ പൊടി കൊടുക്കേണ്ട കയറും, പുറത്തെ പൊടിയും ഇതൊക്കെ കൊണ്ടുവന്ന് കയറും. അപ്പോൾ ഉണങ്ങാഞ്ഞാൽ പിന്നെ അതിലിങ്ങനെ പിടിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇട്ടതിന് മുമ്പ് തന്നെ സോഫൻ്റെ ചൂട് എല്ലാം കൊടുത്തതുകൊണ്ട് തുടച്ചെടുത്ത് ഫാൻ്റെ കാറ്റും കൊണ്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ പിന്നെ വൃത്തിയാവില്ല. പിന്നെ ഇവിടെ അങ്ങനെ ചവിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ പിന്നെ ഇതാ വാഷ് ചെയ്യാണ് കേട്ടോ. കുറച്ച് ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാണ്. ഇപ്പോൾ മെഷീനിൽ ഇടാൻ പറ്റിയത് ഞാൻ മെഷീനിലിട്ടുള്ളൂ കേട്ടോ. അല്ലാതൊന്നും ഞാനില്ല. അല്ലാതൊക്കെ കല്ലുമ്മ ഇട്ട് അലക്കിട്ടോ, നമ്മളെ അലക്ക് കല്ലുമിട്ട് അലക്കും. കുറച്ച് വാഷ് ചെയ്യാൻ പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ മുന്നേ മെഷീനിൽ തന്നെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഡ്രസ്സുകൾ തന്നെ ഇപ്പോൾ പറ്റിയ ഇതൊക്കെയാണ് ഞാൻ അതിൽ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ വാഷ് ചെയ്യാനായിട്ട് നടക്കുന്നതിന് അടുത്ത പരിപാടി ഇപ്പം എന്താ, പിന്നെ അനിയത്തി കുട്ടികൾ വന്ന് കയറാം. അപ്പോൾ റിച്ചു കേട്ടോ. അപ്പോൾ അവനെ വീട്ടിൽ കുടുക്കില്ലാണ്. അപ്പോൾ ഞാൻ കുടുക്കിയിട്ടില്ല. അപ്പോൾ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് വന്ന് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ പിന്നെ അവരെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അനിയത്തി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കച്ചവടം നടന്നില്ല. അവരാകെ തട്ടുപിടിക്കാണ്ട് കഷപിഷയൊക്കെ കച്ചറിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ വന്നതിന് ഓട്ടർഷം മടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമൻറ്റ് അനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ ഇൻഷാ അല്ലാഹ് തരുന്നതായിരിക്കും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ. ഇതിലെന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ചക്രം, കുടലി, ചോളത്തിനൊക്കെ കുട്ടികൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, താങ്ക് യു.